നീ മോനിഷയാവുന്നത് എന്തിനാ? ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അതൊരു പാവത്തിലെ കുറ്റവാളിയൊക്കെ കാണിച്ചുകൊണ്ടല്ല. എങ്ങനെയാണോ നീ സ്വയം അഞ്ജലിയാണെന്ന് തെളിയിച്ചത്, അതുപോലെ ഞാനും എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിച്ചിരിക്കും. പ്രിയ, ഈ അവസരം ഉണ്ടല്ലോ, അത് വീണ്ടും ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ഒറ്റത്തവണ കഥകിൽ വന്ന് മുട്ടി വിളിക്കും. അന്നേരം അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നീട് വർഷങ്ങളെടുക്കും അത് വീണ്ടും വരാൻ. പിന്നെ നിന്റെ പക്കൽ സമയവുമില്ല. ഇപ്പൊ നിന്റെ ഡിസിഷൻ പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ചു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നോട് എന്ത് ഡീല് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് നീ ഒന്ന് കേൾക്ക്. നിനക്ക് നിന്റെ ഭർത്താവാണോ ഇമ്പോർട്ടന്റ് അതോ അയാളുടെ പണമോ? ഇതെന്ത് ചോദ്യം? ഓഫ് കോഴ്സ് എന്റെ ഭർത്താവാണ് ഇമ്പോർട്ടന്റ്. ഗുഡ്. നിനക്ക് നിന്റെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നതാണോ ഇമ്പോർട്ടന്റ് അതോ അയാളുടെ വീട്ടിൽ താമസിക്കുന്നതാണോ? ഒബ്വിയസ്ലി അദ്ദേഹത്തിനൊപ്പം കഴിയുന്നതാണ് ഇമ്പോർട്ടന്റ്. വെരി ഗുഡ്. ഇനി ഇത് പറഞ്ഞേ, നിനക്ക് നിന്റെ ഭർത്താവിന് വേണോ അതോ അയാളുടെ നെയിം, ഫെയിം, സ്റ്റാറ്റസ്? നിനക്ക് ഇതെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുമോ? ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാ. എക്സലന്റ്. നീ ചെയ്യുന്നത് നിന്റെ ഫാമിലിയും ചെയ്യുമോ? ഞാൻ എന്റെ ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് അല്ല, അവർ എന്നിലും. വണ്ടർഫുൾ. ഇനി എന്റെ വാക്കുകൾ നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഒന്നുപോലും നീ മിസ് ചെയ്യരുത്. നാളെ രാവിലെ 11:30 ശേഷം നിന്റെ ഭർത്താവ് നിരപരാധിയായി നിന്നോടും നിന്റെ ഫുൾ ഫാമിലിക്കും ഒപ്പം തിരികെ വരും. അപ്പൊ നാളെ നടക്കാൻ പോകുന്നൊരു കാര്യം, നാളെ കോർട്ടിൽ അഞ്ജലിയിൽ നിന്നും ഞാൻ മാറി മോനിഷയാണെന്ന് തെളിയിക്കും. ഇതിനു പകരമായി എന്താ വേണ്ടത്? എനിക്ക് അഭിഷേക് മേനോന്റെ ഫുൾ പ്രോപ്പർട്ടിയും അസറ്റ്സും വേണം. ചേച്ചി, ഗിരീഷ് ഇന്ന് ചായ നന്നായിട്ടുണ്ടാക്കിയല്ലേ? വളരെ നന്നായിട്ടുണ്ട്. നീ ഇപ്പൊ നന്നായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. താങ്ക് യു മാഡം. ഓ മൈ ഗോഡ്, ഇവൻ ഇവിടെ ഇത്ര രാവിലെയും രാത്രിയിലും ഇവരിവിടെ തന്നെ കറങ്ങി നടക്കുകയാണ്. ആഹാ, പൃഥ്വി വാമോനെ, നന്നായിരിക്കട്ടെ. എങ്ങനെയുണ്ട് മോനെ? അബ്സല്യൂട്ട്ലി ഫൈൻ ആന്റി. ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. ഓ നമസ്തേ ആന്റി. നിൽക്കുന്നതെന്താ, ഇരിക്കുന്നേ. ചേടാ, ഇന്ന് വീടെന്താ എത്ര സൈലന്റ് ആയിരിക്കുന്നേ? കിരണും രോഹിത്തും അവിടെ പോയി. അത് മോനെ ആക്ച്വലി നിനക്കവരെ രണ്ടുപേരും കൊണ്ട് എന്താ കാര്യം? അവര് രണ്ടുപേരും വീട്ടിലില്ല. കവിത ചേച്ചി, അത് ഇല്ല ആന്റി, കവിത ആന്റി ചോദിച്ചത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ചോദ്യം ശരിക്കും ആവശ്യമാണ്. ആന്റി, നിങ്ങൾ ഇതല്ലേ ആലോചിക്കുന്നത് ഈ സമയം ഞാൻ ഇവിടെ എന്തിനാ വന്നതെന്ന്? ആന്റി, നിങ്ങൾ കിരണിനെ രോഹിത്തിനെ വിളിക്കുക. ഞാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നു. മോനെ, അതെന്താണെന്ന് വെച്ചാല് രോഹിത് അവന്റെ പപ്പയ്ക്കൊപ്പം ജോഗിങ്ങിന് പോയി. പിന്നെ കിരൺ ആസ് യൂഷ്വലി ദാ നോക്ക്, ആരെ കുറിച്ചാണോ പറയുന്നത് അവനിതാ വന്നു കഴിഞ്ഞു. എന്റെ മോന് വളരെ ദീർഘായുസ. ക്രിക്കറ്റിന്റെ പ്രാക്ടീസിനായിട്ട് പോയതാ. കിരൺ, വാ മോനെ, നോക്ക്, പൃഥ്വി നിന്നെ കാണാൻ വന്നതാ. നന്നായി ഈ അലപലാതി കളിക്കാരൻ കറക്റ്റ് സമയത്ത് തിരികെ വന്നത്. ഇല്ലേ ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം തന്നെ വേസ്റ്റ് ആയത്. ഹായ്. ഹായ്. രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി ഇപ്പോ. കിരൺ, നിനക്കറിയോ, വളരെ ലക്കിയായി ഫീൽ ആവുകയാണ് എനിക്ക്. കറക്റ്റ് ടൈമിലാണ് നീ വന്നത്. ഇല്ലേ ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തേ. നീ എന്തിയാ ഇപ്പൊ ഇവിടെ? സന്തോഷ വാർത്ത തരാൻ വന്നതാ. രാവിലെ തന്നെ ഗുഡ് ന്യൂസ് പറഞ്ഞാൽ നിന്റെ ദിവസം വളരെ നല്ലതാകുമല്ലോ. ഏറ്റവും ആദ്യത്തെ ഹോണർ നിന്നെ കാണിക്കുന്നതാണ്. ഇത് എന്റെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ കാർഡാണ്. ഏറ്റവും ആദ്യം ഞാൻ നിനക്കാ തരുന്നത്. ഓ, അപ്പൊ മനഃപൂർവ്വം പൃഥ്വി എന്നെ ചൊറിയല്ലേ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്ത് നടന്നാലും ശരി, ഞാൻ നിന്റെ വിവാഹം പ്രീതിയോടെ നടക്കാൻ സമ്മതിക്കില്ല വൃത്തിയിട്ടവനെ. പിന്നെ ഐ എം ഡാം ഷുവർ ഏറ്റവും ആദ്യം ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ട് അത് നീയാണ്. നീയല്ലേ ആഗ്രഹിച്ചത് ഞാൻ പ്രീതിയായി എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തണമെന്ന്? ഡിയർ, നീയല്ലേ പറഞ്ഞതെന്ന് 3 ദിവസത്തിന് ശേഷം എൻഗേജ്മെന്റ് ഇത്ര ഡിലേ എന്തിനാണെന്ന്? സോ ജസ്റ്റ് ഇന്നാ പിടിച്ചോ. ഞാൻ എന്റെ കൈ കൊണ്ട് മോശം സാധനം എടുക്കാറില്ല.
കിരൺ ഐ മീൻ വിയർപ്പമ്മേ, വിയർത്തിരിക്കല്ലേ. ഐ ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് എ ഷവർ. കല്യാണക്കുറിയല്ലേ അമ്മേ? ഓക്കെ. ഇത് ആന്റി ഇൻവിറ്റേഷൻ. താങ്ക് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് ആന്റി. താങ്ക് യു. ഒരു കാര്യം, നിങ്ങളെല്ലാവരും നമ്പ്യാർ ഹൗസിൽ വരാൻ ഓരോ കാരണം കണ്ടുപിടിക്കുവാണോ? സോറി ആന്റി, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. നീ ഞങ്ങളെ ക്ഷണിക്കാൻ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങളെ നിന്റെ ഭാവി അമ്മായിയമ്മ ഉണ്ടല്ലോ, സരള ഞങ്ങളെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്ത് കാര്യം ആന്റി നിങ്ങൾ ഈ പറയുന്നത്? എന്താ വരാത്തെ? ഈ കുടുംബത്തിലുള്ളവർ എത്ര സമ്മാനങ്ങളാണ് എനിക്ക് തന്നത് ഇതുവരെ. എല്ലാ ഫംഗ്ഷനും ഇൻവൈറ്റ് ചെയ്തു അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പുറത്തു കറങ്ങാൻ പോയി. അപ്പൊ എനിക്കും ചില കടമകൾ ഉണ്ടാവില്ല ആന്റി. അതെല്ലാം അറിയാം ആന്റി. എനിക്ക് ഞാൻ ആലോചിച്ചപ്പോൾ പേഴ്സണലി ഇവിടെ വന്ന് ഇൻവൈറ്റ് ചെയ്യേണ്ടതാണെന്ന് തോന്നി. അതാ ഇവിടെ വന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല ഇല്ല മോനെ, ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ഇൻഫാക്ട് എനിക്കറിയാമായിരുന്നു നീ ഇത് കാരണമാകും ഇവിടേക്ക് വരിക എന്നത്. നല്ല കാര്യമാ ചെയ്തത്. താങ്ക് യു മോനെ. യു മോസ്റ്റ് വെൽക്കം ആന്റി. ഗിരീഷ്, എനിക്കുള്ള ചായ എന്റെ മുറിയിലേക്ക് കൊണ്ടുവരൂ. ഓക്കെ മാഡം. അത് ആക്ച്വലി ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാ മുകളിലേക്ക് പോയത്. ഇറ്റ്സ് ഓക്കെ ആന്റി. ഇറ്റ്സ് റിയലി ഓക്കെ. ഇരിക്കും മോനെ. ഐ തിങ്ക് ആ കിരൺ അവന്റെ മുറിയിൽ വന്നിട്ടുണ്ടാവും. ആന്റി, എനിക്ക് വാഷ്റൂം ഒന്ന് യൂസ് ചെയ്യണമായിരുന്നു. ക്യാൻ ഐ? ഓഫ് കോഴ്സ് മോനെ. മുകളിലേക്ക് ചെന്നിട്ട് ഫസ്റ്റ് റൈറ്റ്. താങ്ക് യു. ഇപ്പോ വരുമായിരിക്കും പ്രിയ. സരളെ, അമ്മേ, എനിക്ക് രാവിലെ മുതൽ അവളെ പറ്റിയുള്ള ചിന്തയായിരുന്നു. ഫോണും ചെയ്തില്ല അവൾ. അതാ ഞാൻ നിങ്ങളോട് ചോദിക്കാതെ പറയാതെ വീട്ടിലേക്ക് വന്നത്. അതെ സരളെ, എന്തിനാ വിഷമിക്കുന്നത്? ചിന്ത വന്നു പോകില്ലേ? അറിയാം, നല്ല ബുദ്ധിശാലിയാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്നൊക്കെ. പക്ഷെ ഞാൻ അമ്മയല്ലേ. സരളെ, എല്ലാം ശരിയാകും. എന്റെ പ്രിയ ഉണ്ടല്ലോ, എല്ലാം ശരിയാക്കുവള്. ഇതുവരെ എന്റെ അഭിയെ ഒന്നും പറ്റാതെ നോക്കി. അഭിയോ അവളെ ഒന്നും പറ്റാൻ അനുവദിക്കില്ല. സംരക്ഷിക്കാൻ എനിക്ക് ഉറപ്പാണ് അവളുടെ കാര്യത്തില്. ചേച്ചി ശരിയാ പറയുന്നേ. സരള, ഞങ്ങള് ദിവസം 2 നേരം ഭഗവാനോട് പ്രിയയുടെ പേര് പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. ഇത് മാത്രം മനസ്സിലാക്കിക്കോ. എന്റെ അഭി ഈ വീടിന്റെ വെളിച്ചമാണെങ്കിൽ എങ്കിൽ പ്രിയ ആ വെളിച്ചത്തിന്റെ നാളമാണ്. ഈ 2 പേരും ഒപ്പം ഉണ്ടെങ്കിലേ എന്റെ മുഴുവൻ കുടുംബത്തിലും പ്രകാശം പരക്കും. അമ്മയ്ക്ക് പ്രിയ ചേച്ചി അറിയാമല്ലോ. ചേച്ചി കാരണമാ ഞങ്ങൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് നിർത്തിയത്. എന്നിട്ട് അമ്മ എന്തിനാ പേടിക്കുന്നത്? എല്ലാം ശരിയാകും. നിന്റെ മകൾ കാണാൻ ചെറുതാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ വലുതാണ്. വലിയ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ചെറുതാണ് എന്റെ പ്രിയ. പക്ഷെ അവൾ ഇത്ര വലുതായി. എന്റെ ഭഗവാനെ, അവൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ധൈര്യം ഉചിത സമയത്ത് നൽകണേ. നിന്റെ രൂപം മാത്രമല്ല, നിന്റെ ചിന്തയും മോനുഷ്യമായി സാമ്യമുണ്ട്. നീ എന്റെ ദുരവസ്ഥ ചൂഷണം ചെയ്യുവാണോ? ചൂഷണമല്ല, ഇത് ബിസിനസ് എന്ന് പറയും. നിനക്ക് നിന്റെ ഭർത്താവിന് ആവശ്യമുണ്ട്, ഞാൻ നിന്റെ ആ ആവശ്യം നടത്തിത്തരും. യു നോ ഇറ്റ്സ് കാൾഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. പിന്നെ നിന്റെ ഭർത്താവ് ഒരു വലിയ സെലിബ്രിറ്റിയാണ്. ആളുകളുടെ വലിപ്പം നോക്കി വില ഉയരും, റൈറ്റ്? പിന്നെ നീ എന്തിനാ ഷോക്കാവുന്നത്? ഇപ്പൊ നീ എന്നോട് പറഞ്ഞു തീർന്നതല്ലേ ഉള്ളൂ. നിനക്ക് നിന്റെ ഭർത്താവാണ് വലുത്, പണമല്ല എന്ന്. ഇനി കള്ളം പറഞ്ഞതൊന്നും അല്ലല്ലോ അല്ലേ? വില കെട്ടിട്ടല്ല, ഞാൻ നിന്റെ മറ്റൊരു മുഖം കണ്ട ഷോക്കില്ല. യു നോ വാട്ട്, നീ നിന്റെ സമയം വെറുതെ പാഴാക്കുക. സമയം വളരെ കുറവാണ്. ഞാൻ നിന്റെ മുന്നിൽ എന്റെ പ്രപ്പോസൽ വച്ചു കഴിഞ്ഞു. ഇനി നീ അത് ക്ലോസ് ചെയ്യണം. ഞാൻ നിന്നോട് പറഞ്ഞനെ, നീ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് എന്നോട് പറയൂന്ന്. പക്ഷെ നിനക്ക് നിന്റെ ഭർത്താവിനെ രക്ഷിക്കണം. സോ എന്ത് ചെയ്യുന്നെങ്കിലും ഇപ്പൊ ചെയ്യണം, ഈ സമയത്ത് ചെയ്യണം. അതുപോലെ ഞാൻ ഇതും കേട്ടു, നീ നിന്റെ ഭർത്താവില്ലാതെ ഒന്നുമല്ലെന്നും നിന്റെ ഭർത്താവ് നീ ഇല്ലാതെ ഒന്നുമല്ലെന്നും. എന്റെയും എന്റെ ഭർത്താവിന്റെയും ബന്ധത്തെക്കുറിച്ച് നിന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്, എനിക്കിതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. നിനക്ക് പണമില്ലാതെ ഭർത്താവിന് വേണോ, അതോ ഭർത്താവിന് വിട്ട് അയാളുടെ പ്രോപ്പർട്ടി മാത്രം വേണോ? ആ വൃത്തികെട്ട മനുഷ്യൻ മനഃപൂർവ്വം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നേ.
ആ കാർഡ് കാണിച്ചെന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി. ഐ ജസ്റ്റ് ഹേറ്റ് ഹിം. നീയോ? ഇനി നിനക്ക് എന്താടാ വേണ്ടേ? ഒരു മിനിറ്റ്. അത് ശരി, കത്തുന്ന മണം ഇവിടുന്നാണോ വരുന്നത്? എന്താ കരിയുന്ന മണം ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ താഴെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മനസ്സിലായോ? പറയ്, നിന്റെ തലയിലെ തീ പിടിച്ചിരിക്കുന്നത്. പിന്നെ നിനക്കറിയോ ഞാൻ ഇവിടെ എന്തിനാ വന്നതെന്ന്? ഇൻഫർമേഷൻ. ഞാനിവിടെ ഇതൊന്നും അറിയാൻ വന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ അതോ കൺവീനിയന്റ്ലി മറന്നു കളഞ്ഞോ നീ എന്നെ ചലഞ്ച് ചെയ്ത കാര്യം? അതായത് നീ എന്റെയും പ്രീതിയുടെയും എൻഗേജ്മെന്റ് നടത്തിക്കില്ല. നിനക്കറിയാമോ, നീ എന്നെ ചലഞ്ച് ചെയ്തപ്പോഴുണ്ടല്ലോ, ഞാൻ ശരിക്കും പേടിച്ചുപോയി. പേടിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു കിരൺ നമ്പ്യാരല്ലേ പറഞ്ഞത്, അപ്പോൾ ഉറപ്പായും ചെയ്ത് കാണിക്കുമെന്ന്. പേടിച്ചു വിറച്ചിട്ട് ഞാൻ ഇന്നലെ വരെ ഇൻവിറ്റേഷൻ കാർഡ് പോലും അടിച്ചിരുന്നില്ല, പൈസ വേസ്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നീ സിംഹത്തിന്റെ മുഖത്ത് വെറും ഒരു ഈച്ചയായിപ്പോയി. നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിനക്കെന്താ ഇതുവരെ ചെയ്യാനായത്? ഉണ്ട. നീ ഇതുവരെ ഒന്നും ചെയ്തേയില്ല. പിന്നെ ഞാൻ കരുതി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അറ്റ്ലീസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡെങ്കിലും അടിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി. നല്ല കാര്യമില്ലേ? വിവരക്കേട്ട് വിളമ്പി കഴിഞ്ഞോ? ഇനി ചെല്, ഇറങ്ങിപ്പോയിടുന്ന. ഗെറ്റ് ഔട്ട്. അതെ, ഞാൻ പൊയ്ക്കോളാം മോനെ, പൊയ്ക്കോളാം. ധൃതി പിടിക്കാതെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അറിയാമോ ഞാൻ എന്തിനാ വന്നതെന്ന്? സ്പെഷ്യലി നിന്നെ ഇൻവൈറ്റ് ചെയ്യാനാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ എൻഗേജ്മെന്റിൽ നീ ചീഫ് ഗസ്റ്റ് ആകണമെന്ന്. നിന്റെ മുറിവിൽ അല്പം ഉപ്പ് തേക്കാമെന്ന് കരുതി നിന്റെ മുറിവുകൾ വീണ്ടും ഞെക്കി വേദനിപ്പിക്കാൻ വന്നതാണ്. കുറച്ച് കൂടുതൽ വേദന തരാമെന്ന് കരുതി. അറിയാമോ ഇതിന്ന് എനിക്ക് എന്താ കിട്ടുന്നതെന്ന്? എന്റെ ഹൃദയത്തിനൊരു കുളിർമ, ആശ്വാസം, രസം. പിന്നെ ഒരു കാര്യം, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇത് നിന്റെ വീടല്ലേ, നിന്റെ മുറിയല്ലേ? അപ്പൊ നിന്റെ പെർമിഷൻ ചോദിക്കണല്ലോ. എന്നിങ്ങനെ തുറച്ചു നോക്കല്ലേ പൊന്നെ, പേടിയാകുന്നു. നീ എന്നെ നോക്കുന്നത് കണ്ടാൽ ഞാൻ ഭസ്മമാകുന്ന പോലെ തോന്നുന്നത്. നീ കേട്ടോ വിഡ്ഢി കിരൺ നമ്പ്യാർ, എന്റെ എൻഗേജ്മെന്റിന് ഇനി 2 ദിവസം കൂടിയുള്ളൂ. ഒന്നിന്ന്, പിന്നെ നാളത്തെ രാത്രി എന്റെ എൻഗേജ്മെന്റ് നടക്കും പ്രീതയുടെ കൂടെ. നിനക്ക് എത്ര ധൈര്യമുണ്ടോ, എത്ര ശക്തിയുണ്ടോ അതൊക്കെ നീ പ്രയോഗിക്കണം. നീ എന്താ വിചാരിക്കുന്നേ? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നോ? നിന്റെ അവസ്ഥ ഞാൻ എന്താക്കി മാറ്റുമെന്ന്? ഹൽവാ, പ്രീതയായുള്ള എന്റെ എൻഗേജ്മെന്റ് തടയാൻ അതെന്താ ഹൽവ എങ്ങാനും ആണോ? പറയുന്ന കേട്ട തോന്നുന്നു നിന്റെ ഒരു 50,000 വഴികളുണ്ടെന്ന്. എന്റെ എൻഗേജ്മെന്റ് മുടക്കാനെന്ന് തോന്നുമല്ലോ. ചലഞ്ച് തന്നിരുന്നല്ലോ നീ, എന്നിട്ട് എന്തായി? ഉണ്ടാ. യെസ്, ഐ ആം ഡാം ഷുവർ നീ എനിക്കെതിരെ എന്തെങ്കിലും തന്ത്രം ഉറപ്പായും പ്രയോഗിച്ചു കാണുമെന്ന്, എന്റെ എൻഗേജ്മെന്റ് തടയാനും കല്യാണം മുടക്കാനും. പക്ഷെ ആ പ്ലാൻ സക്സസ്ഫുൾ ആയി കാണില്ല. അതുകൊണ്ടാണ് നിന്റെ മുഖത്ത് ഇത്രയും ദേഷ്യം. ഇനി നീ എനിക്കെതിരെ എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയത്, അത് എന്താണ് സക്സസ്ഫുൾ ആകാതിരുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് കൂടുതൽ രസായനെ, നല്ല രസായനെ. നീ കേട്ടോടാ, നീ ചിലപ്പോ വലിയ ക്രിക്കറ്റ് പ്ലെയറും മൈതാനത്തിലെ കളിക്കാനും ഒക്കെ ആയിരിക്കും. പക്ഷെ ജീവിതമെന്ന മൈതാനത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ ഞാനാ, പൃഥ്വി മേനോൻ. എനിക്ക് ചേർന്ന ഒരു കളിക്കാരൻ ഇതുവരെ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡ്? കഴിഞ്ഞോടെ ചേട്ടെ, നിന്റെ വിവരക്കേട് നീ വിളമ്പി കഴിഞ്ഞോന്ന്. ഈ സമയം നീ എന്റെ വീട്ടിൽ നിൽക്കുന്നതിന് നന്ദി പറയാൻ നോക്ക. പിന്നെ എന്റെ മോം അതിഥികളെ എല്ലാവരും ദൈവമായ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴും ചവിട്ടി പുറത്താക്കിയേനെ. ഇനിയും നീ നിന്റെ വാ തുറന്നാലുണ്ടല്ലോ, നിന്റെ ഈ ഓഞ്ഞ ശരീരം ചവിട്ടിക്കൂട്ടി പുറത്ത് തള്ളും ഞാൻ. അതുകൊണ്ട് പോയി ഇവിടുന്ന്. ഗെറ്റ് ഔട്ട്. ഐ സെഡ് ഗെറ്റ് ഔട്ട്. എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ്ടാ ചൊക്ക നീ. നിന്റെ ഫ്രസ്ട്രേഷൻ നിന്റെ മുഖത്ത് തന്നെ കാണാൻ ചള്ളു ചെറുക്ക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇനി തല പുകഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, പോയി നിന്റെ ആ ക്രിക്കറ്റ് കളിക്ക്, അല്ലെങ്കിൽ നല്ല ചൂട് പാല് കുടിച്ച് കിടന്നുറങ്ങ. എടാ മക്രോണിത്തലയാ, ഞാൻ എന്ത് ലക്ഷ്യത്തിനാണോ വന്നത് അത് പൂർത്തിയായി.
നിന്നെ ഇതുപോലെ നിസ്സഹനായി നാണം കെട്ട് പാവത്തനെ കണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി മിസ്റ്റർ കിരൺ നമ്പ്യാ. നീ എങ്ങനെ വേണേലും വിചാരിച്ചോ. പോയി ഇവിടെ എന്താടാ കടക്ക് പുറത്ത്. നീറുന്നുണ്ടല്ലേ? പുറത്ത് പോ. നിനക്ക് നല്ല നീറുന്നുണ്ടല്ലേ? നീ പോടാ അലവലാതി. അല്ലെങ്കിൽ നിന്റെ മുഖം ഇടിച്ച് പരത്തും ഞാൻ. ഗെറ്റ് ഔട്ട്. അതെ നിക്ക്, ഒന്നുകൂടി നീ അവസാനമായി കേക്ക്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഞാൻ ഇന്ന് വന്നത് എന്ത് ലക്ഷ്യത്തോടെയാണോ അത് പൂർത്തിയായി. ഞാൻ നിന്റെ ഈ നിസ്സഹായാവസ്ഥ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആ കാർഡ് വേറെ ഒരു കാരണമായിരുന്നു. നിന്റെ കൺമുന്നിൽ തന്നെ പ്രീതിയുമായുള്ള എൻഗേജ്മെന്റ് നടക്കും, അത് കഴിഞ്ഞ് കല്യാണം. അവിടെ പ്രീതയ്ക്ക് വേണ്ടി നാദസ്വരം ഉയരുമ്പോൾ നിന്റെ ആ വലിയ ചലഞ്ച് ഉണ്ടല്ലോ, അതിന്റെ സഞ്ചാരവും നടക്കും. ഇത് പൃഥ്വി മേനോന്റെ വാക്കാണ്. അണ്ടർസ്റ്റാൻഡ്? നീ പറഞ്ഞു വരുന്നത് എന്റെ അഭി പുറത്തു വന്നാൽ മാത്രമേ നടക്കൂ. അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ നീ എന്നെ ഡീലിൽ നിന്നും പുറന്തള്ളു. അവന്റെ പ്രോപ്പർട്ടീസ് ഒന്നും എന്റെ പേരിലല്ല, പിന്നെ എങ്ങനെ ഞാനത് നിന്റെ പേരിലേക്ക് മാറ്റും? ശരി, ഞാൻ നിന്നോട് പറയാം നിനക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്ന്. നീ എന്നെ പറ്റി അറിയാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെക്കുറിച്ചുള്ളതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അഭിഷേക് മേനോന്റെ 2 പ്രോപ്പർട്ടീസ് ഇപ്പോഴും നിന്റെ പേരിൽ രജിസ്റ്റേർഡ്. ഒന്ന് അവന്റെ വീട്, മറ്റൊന്ന് ഓഫീസ്. ഇത് രണ്ടും എന്റെ പേരിലേക്കാക്കാം.